ഡൽഹിയിലെ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ താറുമാറായിരിക്കുകയാണ് വ്യോമഗതാഗതം. ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായതിനു പിന്നാലെ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള 15 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഇതിൽ 12 വിമാനങ്ങൾ ജയ്പൂരിലേക്കും 2 ഛത്തീസ്ഗഡിലേക്കും 1 ലക്നൌവിലേക്കുമാണ് മാറ്റിയിട്ടുള്ളത്. അന്താരാഷ്ട്ര വിമാനങ്ങളായിരുന്നു ജയ്പൂരിലേക്ക് മാറ്റിയ 12 വിമാനങ്ങളിൽ 3. ഡൽഹിയിലെ 50-ലധികം വിമാനങ്ങളുടെ സർവീസുകൾ വൈകിയിട്ടുണ്ട്. മഴ മാറുന്നതിനനുസരിച്ച് വിമാന സർവീസുകൾ സാധാരണ നിലയിലാകുമെന്നാണ് പ്രതീക്ഷ. മോശം കാലാവസ്ഥ കണക്റ്റിംഗ് വിമാനങ്ങളെയും ബാധിച്ചേക്കാമെന്ന് സ്പൈസ് ജെറ്റ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിമാനത്തിന്റെ നിലവിലെ സ്ഥിതി പരിശോധിച്ച ശേഷം മാത്രമേ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാവൂ എന്നും നിർദ്ദേശമുണ്ട്. അതേസമയം ഡൽഹിയുടെ ചില ഭാഗങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തെക്കുകിഴക്കൻ ഡൽഹി, കിഴക്കൻ ഡൽഹി, ഷഹദാര, മധ്യ ഡൽഹി, വടക്കുകിഴക്കൻ ഡൽഹി, തെക്കൻ ഡൽഹി, ന്യൂഡൽഹി, തെക്കു പടിഞ്ഞാറൻ ഡൽഹി, പടിഞ്ഞാറൻ ഡൽഹി, വടക്കു പടിഞ്ഞാറൻ ഡൽഹി, വടക്കൻ ഡൽഹി എന്നിവിടങ്ങളിലാണ് ശക്തമായ മഴ ലഭിക്കുന്നത്. നഗരത്തിലുടനീളം വെള്ളക്കെട്ടിനും ഗതാഗത കുരുക്കിനും ശക്തമായ മഴ കാരണമായിട്ടുണ്ട്. മാത്രമല്ല, ഇന്നും ഡൽഹിയിൽ അതിതീവ്ര മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ബുധനാഴ്ച ഉച്ചയ്ക്ക് മുൻപ് ചിലയിടങ്ങളിൽ വളരെ നേരിയതോ ആയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് വൈകുന്നേരവും പലയിടങ്ങളിലും വളരെ നേരിയതോ ആയ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിതമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് അറിയിപ്പിൽ പറയുന്നു. വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ മഴ പ്രതീക്ഷിക്കുന്നില്ലെന്നും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും IMD അറിയിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡ്, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.